അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് എൻ്റർ ചെയ്തു. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വിശാലമായിട്ടുള്ള റൂമായിരുന്നു. അതിമനോഹരമായിട്ടുള്ളൊരു ബാൽക്കണി വ്യൂ പോയിൻറ്റും ഉണ്ടായിരുന്നു. എന്താ പറയുക, അതിമനോഹരം തന്നെ. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂംസും ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് എവറിത്തിങ്. ഒരുപാട് സന്തോഷവും തോന്നി. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, പട്ടായയിൽ വന്നപ്പോൾ അല്ലെങ്കിൽ തായ്ലാൻഡിൽ വന്നപ്പോൾ എന്നെ അധികമൊന്നും എക്സൈറ്റ്മെൻറ്റ് ചെയ്യിച്ചില്ല എന്ന്. പക്ഷേ ആ വാക്ക് ഞാൻ തിരിച്ചെടുക്കുകയാണ്. രാത്രി എന്ന് പറയുന്നത് വളരെ കളർഫുള്ളായിട്ടുള്ളൊരു ഒരു പ്ലേസാണ് പട്ടായ. ഞാൻ നേരത്തെ ചിന്തിച്ചതിലും നേരെ ഓപ്പോസിറ്റ്, വിപരീതം. എന്തൊരു മനോഹരമായിരുന്നറിയാമോ. നീറ്റ് ആൻഡ് ക്ലീൻ, അത്രയും തിരക്കുകളും ഒക്കെ ഉണ്ടെങ്കിലും വളരെ നീറ്റായിട്ടുള്ളൊരു സ്ഥലമാണ് പട്ടായ. ഈ പോകുന്ന വഴികൾ പട്ടായയുടെ വേറൊരു മുഖമാണ്. അധികം ആൾക്കാരൊന്നുമില്ലാത്ത വളരെ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസസ്. ഇത് എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യമാണ്. അവിടെ ഈ കഞ്ചാവ് അല്ലെങ്കിൽ കാനബീസ് എല്ലാം ലീഗലാണ്. അവിടെ ഒരുപാട് ഷോപ്പുകൾ ഇത് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന സ്പാ സെൻറ്റേഴ്സുകളാണ്. നിങ്ങൾക്ക് തായ് മസാജസ് ഒക്കെ അവിടെ സുലഭമായി ലഭിക്കും. ഇത് ഞാൻ പറഞ്ഞല്ലോ, അധികം തിരക്കൊന്നുമില്ലാത്തൊരു ഏരിയയാണ് പട്ടായയിലെ. ഇത് യൂറോപ്യൻ സ്റ്റൈലിൽ അവർ നിർമ്മിക്കുന്ന ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സുകളാണ് ഈ കാണുന്നതെല്ലാം. അതിമനോഹരമാണ്. വളരെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സ്ട്രീറ്റ് ഫുഡ്സ്, എല്ലാവരും കണ്ടു പരിചയപ്പെട്ടുള്ള സ്ട്രീറ്റ് ഫുഡ്സ്. ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റ്സിൻ്റെ സൈഡിലുള്ളൊരു കാഴ്ചകളാണ്. വളരെ തിരക്കേറിയ ഒരു നഗരമാണ്. എന്നിരുന്നാൽ പോലും നമുക്കവിടുത്തെ ക്ലീൻലിനെസ് അതെടുത്തു പറയേണ്ടതാണ്. എല്ലാം പ്ലാസ്റ്റിക് കവറുകളിലാണ് അവർ സെയിൽ ചെയ്യുന്നത് വസ്തുക്കളെല്ലാം. എന്നിരുന്നാൽ പോലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അംശം പോലും നമുക്ക് റോഡുകളിലോ എവിടെയും കാണാൻ സാധിക്കില്ല. അത്രയ്ക്ക് നീറ്റായിട്ടാണ് അവരത് കൈകാര്യം ചെയ്യുന്നത്. ഇത് കണ്ടപ്പോൾ നമുക്കും അതിശയം തോന്നിപ്പോയി, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലും ഇതൊന്നും സാധിക്കുന്നില്ല എന്ന്. ഇതാ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം, ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട് മുഴുവനും ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം അതിലാണ് എല്ലാം കൊണ്ടുപോകുന്നത്. ബൈക്കിൽ വെച്ചിട്ടെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. ഇതൊരു ടാറ്റു സെൻറ്റർ ഞാൻ കണ്ടതാണ്. ടാറ്റൂസും അതേപോലെ തന്നെ മോഡേൺ ലൈഫിൻ്റെ എല്ലാം. പിന്നീട് ഞങ്ങൾ എല്ലാവരും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് അവിടെ കണ്ടുപിടിച്ചു. മലയാളിയാണ് ഷെഫ്, ട്രിവാൻഡ്രംകാരൻ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറും ഒരു മലയാളി തന്നെ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. എന്താ പറയുക, ഏത് ഫുഡും എല്ലാം വളരെ ടേസ്റ്റായിരുന്നു. ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനാണ് അവിടെ പോയത്. അപ്പോൾ ഇതാ അവിടെ തമിഴ് പാട്ട്. എനിവേ, വളരെ ഞങ്ങൾ സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ സൈഡിലൂടെയുള്ള വഴികളിലൂടെ ഞങ്ങൾ തിരിച്ച് പോയി. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലോട്ടാണ് പോയത്. കാരണം എല്ലാവരും നല്ല ടയേർഡായിരുന്നു. എന്നിരുന്നാലും എല്ലാവർക്കും വളരെ സന്തോഷവും ഞങ്ങൾ ഒരുപാട് തമാശയും കളിച്ചിരിയൊക്കെ ആയിട്ട് അന്നത്തെ ഒരു ദിവസം അങ്ങ് പോയി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.